ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് മുബാറക്ക്. അപ്പം ഇന്നത്തെ ഒരു പെരുന്നാളിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. സമയം ഇപ്പോൾ ഒരു 6 മണിയായിടെ. ശരിച്ചാൽ പള്ളിക്കെല്ലാം പോയിട്ടായിട്ടാണ് ഞാൻ എണിച്ചത്. അപ്പോൾ ഇതാ ഈത്തപ്പഴം പിടിച്ചിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ ശരിച്ചാൽ പള്ളിക്ക് പോയിട്ട് വരുമ്പോഴത്തേന് ചായ റെഡിയാവണം. പഴംപൊരിയും ചായയും. അപ്പോൾ ഇതാ എൻ്റെ മൈലാഞ്ചി നന്നായി ചുവന്നിട്ടുണ്ട്. 2 തവണ വെച്ചത് കേട്ടോ. സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും തോറ്റിട്ടില്ല. സക്സസ്. 2 തവണ വെച്ചു. പക്ഷെ ഫുള്ളും ഇവിടെയൊക്കെ ഇങ്ങനെ പരങ്ങിയിട്ടുണ്ട്. എന്നാലും രസമുണ്ട്. 2 തവണ വെച്ചപ്പോൾ എന്തായാലും നല്ല കളർ വന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി. ഇത് അരിപ്പൊടിയും മൈദപ്പൊടി, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നൊന്ന് കലക്കിയെടുത്തതാണ്. നമുക്കിന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ കിഞ്ഞി. ശരിച്ചാൽ വരുമ്പോഴത്തേക്കാണോ രാവിലെ ഒരു 5:50 ആകുമ്പോൾ പള്ളിക്ക് പോയത്. അപ്പോൾ വരുമ്പോഴത്തേന് പഴംപൊരി റെഡിയാവണം. പഴംപൊരിയും ചായയും. കഴിഞ്ഞ പെരുന്നാൾക്ക്, അതായത് ചെറിയ പെരുന്നാൾക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ചപ്പാത്തിയും പിന്നെ നെയ്പ്പത്തലും കുറുമല്ലോ. പക്ഷേ ഇതിൽ വെച്ച് ബാണ്ടാന്ന് കിച്ചണിനൊരു അവധി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ചായ രാവിലെയൊക്കെ ബാണാലോ വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് ഈ ബേക്കാച്ചിയും ഇത് ചായ ഉണ്ടാക്കാൻ ശരിച്ച് പറഞ്ഞ് ബേക്കാച്ചിയും ചായയും മതിയെന്ന്. എന്തെന്നറിയില്ല, 2 പെരുന്നാൾക്ക് നമുക്ക് നാട് മിസ്സാകും നല്ലോണം. ഇത്ര മിസ്സായിട്ടാ, അതായത് വന്നിട്ട് പെരുന്നാൾ മിസ്സായിട്ടാ. പെരുന്നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ അത് പോയി. ഈ പെരുന്നാളിൻ്റെ നമുക്ക് എന്തോ നാടിനെ മിസ്സാന്നു. പെരുന്നാകുമ്പോഴത്തേനെ നമ്മൾ അപ്പം ചുടുന്നും പോന്നിയും പെരുന്നിയും അങ്ങനെയല്ലല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കും, എന്താ പറയില്ല, മിസ്സാണ്. ഈ പെരുന്നാൾക്ക് ഞാൻ പെരുന്നാലപ്പം ചുട്ടിട്ട്, കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ കഴിഞ്ഞിട്ട് പെരുന്നാലപ്പം ചുട്ടിട്ടുണ്ടായി. പഴംപൊരി കളന്ന് മറ്റേ ഈത്തപ്പഴം ഫ്രൈ ആക്കിയിട്ടുണ്ടായി. പിന്നെ പൊരി കൊണ്ടിട്ടുണ്ടായി. ഇതിൽ എന്തോ ഒരു മൂടില്ല എനിക്ക്. വെറുതെ ഇരിക്കുന്ന റൂമിൽ അന്നെങ്കിൽ ഒരു രസമില്ല, എന്തെന്നറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ബാണ്ട ഉണ്ടാക്കുന്നൊന്ന് ബാണ്ടാലത്ത് ഇങ്ങനെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ബേക്ക മാത്രം കാച്ച രാവിലേക്ക്. ഇത് അവിടെ ബെൽജത്ത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രാവിലെ ബേക്ക് അയച്ചു. പെരുന്നാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കും. ദോശ, പത്തല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. നമുക്ക് എത്ര അങ്ങ് നാട് പോലെ ആന്നില്ല കേടിയോ. ഇങ്ങനെ എന്തെല്ലാം ഫങ്ഷനെല്ലാം വരുമ്പോഴേക്കും എന്താണെന്നറിയില്ല. ഞാൻ ഇങ്ങനെ ചരിച്ചാൽ നമുക്ക് കരക്കരാന്ന് ഞാൻ നാട്ടിലേക്ക് വന്ന് വരുമ്പോഴേക്ക് ഞങ്ങൾ എത്ര കൊല്ലമായി പ്രവാസിയായിട്ട് പെരുന്നാളിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്നത്. അനുഭവിക്കുക കുറച്ചല്ലേ. എല്ലാം പഠിക്കണോ, എല്ലാം അറിയണോ എന്നല്ലോ എന്നോട്. എന്നെങ്കിലും പ്രവാസികളുടെ പെരുന്നാൾ ഇങ്ങനെ അന്നെങ്കിലും ചില ആൾക്കാർ നല്ലോണം എൻജോയ് ആക്കലുണ്ട്. സ്റ്റാറ്റസിലെല്ലാം ഇപ്പം ഇങ്ങനെ കാണുന്നില്ല ഒരാൾ. പക്ഷേ നമുക്ക് ഇതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. ഗൈസ്, കുക്കർ ചായ ഗൈസ്, അല്ല കുക്കർ കോഫി ഗൈസ്. കോഫി കുക്കർ കോഫി എന്തെന്ന് ചെല്ലണ്ടേ. ആരെങ്കിലും കുക്കർ കോഫി കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ബാക്കാച്ചി കഴിഞ്ഞിട്ട് പോയി. ഞാൻ കുക്കർ കോഫീൻ്റെ കഥ ചെയ്തത് ശരിച്ച കോഫി ഉണ്ടാക്കുകയാണ്. ആണ് ബാക്കാച്ചി. ഇതാണ്ട് നമ്മളെ ശരിച്ചുണ്ടാക്കിയ കോഫിയും ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി. ഇത് ശരിച്ചാക്കും ഇതെനിക്കും. ഞാൻ കുടിക്കലില്ല, കുടിച്ച് നോക്കാമെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്കത്തെ എന്തുമില്ല, എല്ലാം എൻ്റെ ഫ്രണ്ടിൻ്റെ പറയിൽ. അതുകൊണ്ട് ഉച്ചക്കൊന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ കോഫിയും ബേക്കാച്ചിയും കുടിക്കുന്നത്. ഇത് ശരിച്ചാണ്ട് വരുമ്പോഴത്തേന് കോഫിയും പാലെല്ലാം കൊടുന്ന്. അപ്പോൾ ഇനി അവർക്ക് കോഫി വേണമല്ലോ. അങ്ങനെ കോഫി ഉണ്ടാക്കി. ഞങ്ങൾ കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. കുറച്ച് നേരമല്ല, ഒരു 3 മണിക്കൂർ എന്തോ കിടന്നിട്ട് ഉറങ്ങി. ഞങ്ങൾ ഒരു 8 മണിക്ക് കിടന്നിട്ട് ഞാനൊരു 11 മണിക്ക് എണിച്ചിട്ട്
ഡ്രസ്സെല്ലാം ഉണ്ടാക്കി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് റെഡി ആയിനെ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് വന്ന് വരുന്ന സമയത്ത് അവരോട് മുണ്ടിക്കൊണ്ട് വന്നതിലേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവൾ നല്ല പോലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ബീഫ് കറി സൂപ്പർ മാഷാല്ലാ, പിന്നെ മട്ടൻ കറി, ചിക്കൻ കറി, നെയ്ച്ചോറ്, പിന്നെ 2-3 സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായി, ഫുഡിങ് ഉണ്ടായി. പിന്നെ 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 ഇടിയപ്പം, കോഴിക്കടുമ്പ്, പിന്നെ കടുമ്പുണ്ടായി, കൽത്തപ്പുണ്ടായി. എല്ലാം മാഷാല്ലാ ഒറ്റക്കെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ. സെരിച്ചാക്ക് ഇഷ്ടം ഇത് കൽത്തപ്പോ കടുമ്പെല്ലാം ഇഷ്ടം. അപ്പോൾ സെരിച്ചാക്ക് ഇഷ്ടപ്പെട്ടില്ല. ബീഫ് കറി മസാല നമ്മൾ പള്ളിക്കറി വെക്കുന്നില്ലേ അതേ ടേസ്റ്റ്. എന്ത് പാങ്ങണ്ടായി അറിയാം, നല്ല പാങ്ങണ്ടായി. പിന്നെ ഇതാ ഫുഡിങ് ഞാൻ അവളോട് മുന്നേ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡിങ് വേണമെന്ന്. അങ്ങനെ ഫുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് വേറെന്ന് പറഞ്ഞിട്ട് ബേച്ചിട്ട് വേറെന്ന് പറഞ്ഞിട്ട് കുടിച്ചതിൻ്റെ ഇടയിൽ തിന്നുകൊണ്ട് അത്ര ഇതായിട്ടാ. എന്നാൽ അത് സൂപ്പറുണ്ടായി. എന്തിൻ്റെ എപ്പോഴും ഫുഡിങ് എന്ന് പറഞ്ഞ എന്നോട് അല്ല നമുക്ക് മറന്നുപോയി എന്തിൻ്റെ ഫുഡിങ് എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇതാ റൂമിലേക്ക് തിരിച്ച് വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായി. ഞങ്ങൾ ലൂഡോ എല്ലാം കളിച്ച് ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. ലൂഡോ എല്ലാം കളിച്ചിട്ടായിട്ട് കുറച്ച് നേരം അവിടെ കത്തി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്ന് എണീച്ച് പിന്നെ ഇതാ ലുലുക്ക് പോകുന്ന സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിച്ചാണ് വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് അമ്മ എന്നെ ബയ്യെത്തിയിട്ട് എന്നെക്കാളും പോകുന്നുണ്ട്. ഇത് ഞാൻ വരുന്നില്ല വീടത്തിൽ നിന്ന് അതെന്നെ ഫസ്റ്റ് തന്നെ തല വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ ഇടണ്ടാലിക്കൊണ്ടായി ഞാൻ ആശയിട്ട്. പിന്നെ ഇതാ ലുലുവിൻ്റെ എൻട്രൻസിലോട്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് എന്ത് ചൂട് റബ്ബേ, ഒരു 5:30 മണിക്കാണ്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് സെരിച്ചപ്പോൾ ആ ഷർട്ടില്ല ഞാൻ സെരിച്ചാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവച്ച ടീഷർട്ട്. അത് ഞങ്ങൾക്ക് ഡ്രസ്സ് നാട്ടിൽ നിന്ന് ഉമ്മാർ കൊടുത്തയച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതിനെത്തിയോണ്ട് ഇളയാക്കൊരു ടീഷർട്ട് വെച്ചോ അടുത്ത മാസം ബർത്ത്ഡേ എനിക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന്. ഇത് സർപ്രൈസ് കൊള്ളായി. ഞാൻ കാണുന്നാട്ടി പിന്നെ ധരിച്ച ഡ്രസ്സെല്ലാം കണ്ടിട്ട് അതിൻ്റെ സർപ്രൈസ് 8 നിലക്ക് പൊട്ടി. പിന്നെ ഇതാ ഷോപ്പിലേക്ക് വന്നിട്ടായിട്ട് കുറച്ച് റീൽസ് എടുത്ത്. ഇത് റീൽസ് അല്ല, ഇത് 2 കസ്റ്റമർ വന്നിട്ടുണ്ടായി. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പോയതിന് ഞാൻ എടുത്ത് വെച്ചു. സെരിച്ചുണ്ടായിട്ടാണ് സെരിച്ച പിന്നെ വന്നത്. എപ്പം ആൾക്കാർ വരുന്ന സെരിച്ചില്ലായിരിക്കുമ്പോൾ is my favorite ice cream Baskin Robbins. ഒരുപാട് ഞാൻ എത്ര വർഷമായി തോന്നിട്ട് ബാസ്കിൻ റോബിൻസ് ഒരു 4-5 കൊല്ലം 2019 ലാസ്റ്റ് തിന്നേന്ന് തോന്നുന്നു സൗദിയിലുണ്ടാകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് തിന്നിട്ടാ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെരിച്ചാണ് ചെല്ലുന്നുണ്ട്. ഇവിടെ ബാസ്കിൻ റോബിൻസ് ഉണ്ട് മേങ്ങി തരുമോന്ന്. പക്ഷേ ഇടത്തോളം മേങ്ങി തന്നിട്ട് ഇന്ന് തന്ന് പെരുന്നായിട്ട്. അപ്പം ഇന്നാണ് എൻ്റെ ശരിക്കും പെരുന്നാൾ. ശരിക്കും പെരുന്നാൾ തന്നെ. അങ്ങനെ രാത്രി ഇന്ന് അടിച്ച് ഞങ്ങൾ 10:45 അടിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്കുള്ള പോയി സാധനമെല്ലാം മേങ്ങിയിട്ട് വന്ന്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്. പെരുന്നാളിൻ്റെ അന്ന് എന്ത് മേയിട്ടുണ്ടായിട്ടാണ് പർച്ചേസിങ്ങിനെ പോയിട്ടുണ്ടായിട്ടാ, ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ വിചാരിച്ചിട്ട്. എനിക്ക് പെരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങൾ പോയിട്ട് സാധനമെല്ലാം ഒന്ന് മേങ്ങിക്കൊണ്ടല്ലോ വന്ന്. എന്നിട്ട് ഇതാണ്ടേ കൂടി നടന്ന് പോവാണ്. നമുക്കൊരു 10 മിനിറ്റേ ഉള്ളൂ നടക്കാൻ ലുലുന്ന് റൂമിലേക്ക് എത്തുമ്പോൾ ഒരു 10 മിനിറ്റാണ്. നമ്മൾ ഇങ്ങനെ നടക്കും സാധനമെല്ലാം മേങ്ങിക്കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെരുന്നാളിൻ്റെ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ.